ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 2025-ത്തെ റംസാൻ കിറ്റുമായി അതിലേക്ക് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലേക്ക് എന്തെല്ലാം ഇൻക്ലൂഡ് ആക്കണം, എത്ര ടൈപ്പ് സാധനം വെക്കണം, ഒരാളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടല്ല കൊടുക്കൽ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതിൽ വേണ്ട ഏതെല്ലാം ഐറ്റം എന്തെല്ലാം വേണം. ഇതൊരു 30 തരം ഫുഡിന് ആവശ്യമായ സാധനങ്ങളാണ്. അപ്പോൾ ഇന്ന് കണ്ടു നോക്ക്. മുളക് 2 തരം, ചായപ്പൊടി, വെള്ളുള്ളി, നീരുള്ളി, പച്ചപ്പയർ, കടല, ആട്ടപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ മസാലപ്പൊടികളും എണ്ണ, പിന്നെ അങ്ങനെ തുടങ്ങി നമുക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്. അങ്ങനെ ചെറിയൊരു, എന്നാലും വളരെ ചെറുതല്ലാത്ത ഒരു സാധാരണ ഒരു കിറ്റാണിത്. വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് കിറ്റായിട്ട് സ്വതക്കൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊരു കിറ്റ് കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുമല്ലോ. അപ്പോൾ അതിലെന്തെല്ലാം സാധനം ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിചാരിക്കുന്നു. നല്ല പാങ്ങനുണ്ട്. അപ്പോൾ ഇതിൽ 30 തരം ഫുഡ് ഐറ്റംസാണ് ഉള്ളത്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറയും. ഓരോന്നും നോക്കും. അരി, ചെറിയരി, ചോറിൻ്റെ അരി, പുളി, സേമിയ, നെയ്യ്, വെല്ലം, മൈദപ്പൊടി, അങ്ങനെ തുടങ്ങി എന്തെല്ലാം വേണ്ട. കസ്കസ്, സർവത്തിൻ്റെ, പിന്നെ വെള്ളപ്പയർ, അങ്ങനെ ഒട്ടുമിക്ക സാധനം. ഒരു മുളക് പൊടി പിന്നെയും വരുന്നുണ്ട്. നല്ലൊരു അടിപൊളി കിറ്റാണിത്. വളരെ വളരെ ഉപകാരപ്പെടും. ഇത്ര സാധനം ഇൻക്ലൂഡായെങ്കിൽ നല്ല ഒരു ഇവർക്ക് ആവശ്യമുണ്ട്. ഒരു നല്ലൊരു അടിപൊളി കിറ്റല്ലേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, ബൈ.